ഇനി നെക്സ്റ്റ് കൺവെൻഷൻ ഏതായിരുന്നു? കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി പറയുന്നത് നോക്കാം കേട്ടോ. ശ്രദ്ധിച്ചോ, എന്താണ്? ഇറ്റ് റിക്വയർസ് ദാറ്റ് വൺസ് എ കമ്പനി chooses an accounting method, it should use the same method consistently across all financial periods. This allow for comparability of financial statements over time. എന്ത് പറയുന്നുണ്ട്? അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്ത ടൈമിൽ തന്നെ പറഞ്ഞിരുന്നുണ്ട്, അക്കൗണ്ടിങ്ങിനകത്ത് ഒരുപാട് മെത്തേഡ്സ് പറയുന്നുണ്ട് അല്ലേ. ഓരോ ട്രാൻസാക്ഷനും എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് അല്ലേ, അല്ലെങ്കിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതിന്, ഈ റെക്കോർഡ് പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് മെത്തേഡ്സൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കമ്പനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആവുന്ന മെത്തേഡ് എന്ത് ചെയ്യാം, കമ്പനിക്ക് ചൂസ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പോൾ വൺസ് അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കമ്പനി ആ ഒരു മെത്തേഡ് കറക്റ്റ് അതന്നെ എന്ത് ചെയ്യണം, കൺസിസ്റ്റൻ്റായിട്ട് ഫോളോ ചെയ്തിട്ട് പോകണം. ഓക്കെ, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വർഷം ഒരു മെത്തേഡ്, നെക്സ്റ്റ് ഇയറിൽ വേറൊരു മെത്തേഡ്, ഇങ്ങനെ എന്ത് ചെയ്യാണ് ഓരോ വർഷം. ഇപ്പം ഈ വർഷം തന്നെ എന്ത് ചെയ്യാണ്, ഒരു 4 മാസം ഒരു മെത്തേഡിൽ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു. നെക്സ്റ്റ് 6 മന്തിൽ എന്ത് ചെയ്തു, അങ്ങനെ എന്ത് ചെയ്യാണ്, നിങ്ങൾ ഇഷ്ടമുള്ള രൂപത്തിൽ എന്ത് ചെയ്യാണ്, മാറ്റി മാറ്റി കളിക്കുകയാണ്. അത് പറ്റുമോ? അത് പറ്റില്ല. കാരണം എന്താണ്, ഈ ഒരു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, ഈ ഒരു അക്കൗണ്ടും ഈ ഒരു മെത്തേഡ് ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മാറ്റി മാറ്റി യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലടാ, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പാരിസൺ അല്ലേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വർഷം ഒരു മെത്തേഡ് യൂസ് ചെയ്തു, നെക്സ്റ്റ് ഇയറിൽ വേറൊരു മെത്തേഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, അക്കൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്തത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വർഷത്തതും കഴിഞ്ഞ വർഷത്തതുമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്യണം. പ്രോഫിറ്റ് ലോസൊക്കെ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കമ്പയർ ചെയ്യാണ്. ഈ വർഷം പ്രോഫിറ്റ് കൂടി, കഴിഞ്ഞ വർഷത്തിലേറെ കൂടി കുറഞ്ഞു, അങ്ങനെ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. ആ കമ്പാരിസണിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. കാരണം എന്താണ്, രണ്ടിൻ്റെയും ബേസ് ഡിഫറെൻ്റ് ആണ് അല്ലേ, രണ്ടും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് വെച്ചിട്ടാണ്. ഓക്കെ ആണോ? അപ്പോൾ അത് പാടില്ല എന്നാണ് എവിടെ പറയുന്നത്, കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി പറയുന്നത് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, അതിനും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, എൻ്റെ സ്ക്രീൻ ഒന്ന് വലുതാകട്ടെ. ഓക്കെ, ഇവിടെ എന്ത് പറയുന്നുണ്ട്, എക്സാമ്പിൾ അല്ലേ, ഏതിനാണ്, കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. ഓക്കെ, ശ്രദ്ധിച്ചോ, എന്ത് പറയുന്നുണ്ട്, എ കമ്പനി പർച്ചേസസ് മെഷീനറി ഓൺ എന്നാ പർച്ചേസ് ചെയ്യുന്നത്, 2024 എന്ത് ചെയ്യുന്നുണ്ട്, 50,000 റുപ്പീസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ കമ്പനി ഇനീഷ്യലി ഫോളോസ് ദ SLM അല്ലേ, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ കമ്പനി എന്ത് ചെയ്യാണ്, ഒരു മെഷീനറി എന്ന് പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് എന്താണ്, അല്ലെങ്കിൽ കമ്പനി എന്തിനു വേണ്ടി വാങ്ങിക്കുന്നതാണ് അല്ലേ, ഫ്യൂച്ചറിൽ ഈ ഒരു മെഷീനറി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ, ആ ഗുഡ്സ് വിറ്റിട്ട് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വാങ്ങിച്ച മെഷീനറി കമ്പനിക്ക് എന്താണ്, അസറ്റാണ് അല്ലേ. എന്ത് അസറ്റ്, ഫിക്സ്ഡ് അസറ്റാണ്. കാരണം എന്താണ്, ഈ ഒരു മെഷീനറി ഒരുപാട് കാലത്തേക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്തു, 50,000 റുപ്പീസിന് ഒരു അസറ്റ് വാങ്ങിച്ചു. ഓക്കെ, വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മെഷീനറിക്ക് അല്ലേ ഒരു ലൈഫ് പറയും അല്ലേ, ഇത് ഇത്ര വർഷം യൂസ് ചെയ്യാമെന്നുള്ളൊരു ഒരു അസംഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓരോ വർഷം യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, മാച്ചിങ് കോൺസെപ്റ്റിൽ അല്ലേ, മാച്ചിങ് കോൺസെപ്റ്റിനകത്ത് പറഞ്ഞപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്, ഈ ഒരു മെഷീനറി കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻകം ജനറേറ്റ് ചെയ്യുന്നതും. അപ്പോൾ ആ ഇൻകം അല്ലെങ്കിൽ ആ ഇൻകത്തിന് മാച്ച് ആവാൻ അല്ലേ, മാച്ചിങ് കോൺസെപ്റ്റിൽ എന്താ പറഞ്ഞത്, ആ ഇൻകം മാച്ച് ആവാൻ അതിന് കാരണമായിട്ടുള്ളത് ഈ ഒരു മെഷീനറിയാണ് അല്ലടാ. അപ്പോൾ ഈ ഒരു മെഷീനറിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട് അല്ല, യൂസ് ചെയ്യുന്നതോറും ഈ ഒരു മെഷീനറിൻ്റെ വാല്യൂ കുറഞ്ഞു വരില്ലേ. അപ്പോൾ ഒരു സർട്ടൺ പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു വർഷം എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു അല്ലടാ. ആ ഒരു എക്സ്പെൻസിനെ നമ്മൾ എന്ത് പറയുക, ഡിപ്രീസിയേഷൻ എന്ന് പറയുക. അപ്പോൾ എന്ത് ചെയ്യണം, ഈ മെഷീനറിക്ക് ഈ പർച്ചേസ് ചെയ്ത മെഷീനറിക്ക് എന്ത് ചെയ്യണം, ഓരോ വർഷം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഇങ്ങനെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മെത്തേഡ്സ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ അതിനകത്ത് ഏത് മെത്തേഡ് വേണമെങ്കിലും എന്ത് ചെയ്യാം, കമ്പനിക്ക് സൂട്ടബിൾ ആവുന്ന രീതിയിൽ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഇനീഷ്യലി ചൂസ് ചെയ്ത മെത്തേഡ് ഏതായിരുന്നു, SLM മെത്തേഡായിരുന്നു. ഏതാണ്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡായിരുന്നു. ഓക്കെ, പിന്നെ എന്ത് പറയുന്നുണ്ട്, ഫോർ ഡിപ്രീസിയേഷൻ ബട്ട് ചേഞ്ചസ് ടു WDV മെത്തേഡ്. എന്താ WDV പറഞ്ഞാൽ, ഇതൊരു സെപ്പറേറ്റ് മെത്തേഡാണ് അല്ലേ. ഫുൾ എന്തായിരുന്നു ഇതിനകത്ത്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഇനീഷ്യലി പർച്ചേസ് ചെയ്ത ഇയറിൽ എന്ത് ചെയ്തു, SLM മെത്തേഡ് ഫോളോ ചെയ്തു. പിന്നെ രണ്ടാമത്തെ വർഷം അല്ലേ, 2025 എന്ത് ചെയ്തു, കമ്പനി WDVക്ക് ചേഞ്ച് ആവുകയാണ്. ഓക്കെ, അപ്പോൾ WDVയിൽ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്, ആ എമൗണ്ടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അസറ്റിൻ്റെ മുകളിൽ 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്നില്ല നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇയറിലൊരു മെത്തേഡും സെക്കൻഡ് ഇയറിൽ വേറൊരു മെത്തേഡാണ്.
ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയാനുള്ള റീസൺ എന്താണെന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, മെഷീനറിൻ്റെ കോസ്റ്റ് എത്രയായിരുന്നു? 50,000 അല്ലേ. യൂസ്ഫുൾ ലൈഫ് 5 വർഷം അതിൻ്റെ ലൈഫ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മൾ 50,000 വാങ്ങിച്ച മെഷീനറിൻ്റെ ലൈഫ് 5 വർഷമാണ്. റെസിജ്വൽ വാല്യൂ എന്താ? റെസിജ്വൽ വാല്യൂ പറഞ്ഞാൽ ഈ 5 വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, അല്ലെങ്കിൽ 5ാമത്തെ വർഷം നമ്മൾ ഈ ഒരു മെഷീനറി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന വാല്യൂ അല്ലേ, അതിനാണ് എന്ത് പറയുക? റെസിജ്വൽ വാല്യൂ അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? 0 ആണ്. ഓക്കെ, 5 വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാപ്പായിട്ട് കൊടുത്താൽ ഓക്കെയാണോ? 5ാമത്തെ വർഷത്തിൽ സ്ക്രാപ്പായിട്ടില്ല നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒന്നും കിട്ടില്ല എന്നാണ് ഇവിടുത്തെ അസംഷൻ കേട്ടോ. ഇനി ഡിപ്രിസിയേഷൻ റേറ്റ് അതെടുക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ഇയർ ഏതാണ്? 2024. ഓക്കെ, 2024 ഈ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2024 എത്ര എമൗണ്ട് ഡിപ്രിസിയേഷൻ ആയിട്ട് നമ്മൾ അല്ലേ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം എന്നാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഏത് മെത്തേഡാണ് ചൂസ് ചെയ്യുന്ന കമ്പനി? SLM അല്ലേ, സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് വെച്ചിട്ട് ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുക? സിമ്പിളാണ് അല്ലേ. എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? കോസ്റ്റ് ഓഫ് അസറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്? 50,000 അല്ലേടാ, 50,000 ആണ് അസറ്റിൻ്റെ കോസ്റ്റ്. ഇനി മൈനസ് എന്താണ്? സ്ക്രാപ്പ് വാല്യൂ, അല്ലെങ്കിൽ എന്ത് പറയാം? റെസിജ്വൽ വാല്യൂ എന്ന് പറയാം അല്ലേ. അപ്പോൾ അതിവിടെ എന്താണ്? 0 ആണ്, നില്ലാണ് അല്ലേ. അപ്പോൾ അത് 0. പിന്നെ ഡിവൈഡർ ബൈ യൂസ്ഫുൾ ലൈഫ്, എത്ര വർഷമാണോ യൂസ് ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ എത്ര വർഷം യൂസ് ചെയ്യാം? 5 വർഷം. ഓക്കെ, അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 10,000 പെർ ഇയർ കിട്ടും അല്ലടാ. 10,000 എന്ന് കിട്ടും. ഈ 10,000 എന്ത് ചെയ്യണം? ഈ 5 വർഷം അല്ലേ, ഓരോ വർഷത്തിലും നമ്മൾ എന്ത് ചെയ്യണം? 10,000 എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു? 2024 ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് പ്രിപ്പയർ ചെയ്തു. നോക്കിക്കോളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് എങ്ങനെ വരുന്നത്? ഇൻകം എത്ര വരുന്നുണ്ട്? 4,40,000 എക്സാമ്പിൾ. ഇനി എക്സ്പെൻസ് ഒരു 2,90,000 എക്സ്പെൻസും വന്നു. ഓക്കെ ആടാ. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, മാച്ചിങ് കോൺസെപ്റ്റ് അല്ലേ, മറന്നോ? എന്താ പറയുന്നത്? ഡിപ്രീസിയേഷൻ എന്താണ്? ഇൻകത്തിന് മാച്ച് ആവാൻ അല്ലേ. അല്ലടാ, ഈ ഇൻകം ജനറേറ്റ് ചെയ്യാൻ റീസൺ എന്താണ്? ഇതുണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ മെഷീനറി യൂസ് ചെയ്യണം അല്ലേ. ആ മെഷീനറി ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്? ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അങ്ങനെയാണ് ഇൻകം വരുന്നത്. അപ്പോൾ അതിനൊരു അല്ലെങ്കിൽ ആ ഒരു മെഷീനറിൻ്റെ വാല്യൂടെ കുറയുന്ന കാരണം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ടും എവിടെ കാണിക്കണം? പ്രോഫിറ്റ് ലോസ് കൊണ്ട് കാണിക്കണം. അപ്പോൾ എത്ര കാണിക്കുക? ഇയർ 1 10,000. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് എത്ര വരിക? ഇയർ 1 1,40,000 വരിക. ഈ പ്രോഫിറ്റ് എന്താ ചെയ്യാൻ? ഓണേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലേ. പിന്നെ പ്രോഫിറ്റ് ലോസ് കൊണ്ട് നോക്കുന്ന ആൾക്കാർക്ക് എന്ത് മനസ്സിലാവും? ഈ വർഷം 2024 1,40,000 പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇയർ 2 എന്താ സംഭവിക്കുന്നത് നോക്കാം അല്ലേ. 2ാമത്തെ വർഷം ഏതാണ്? 2025 ആണ്. 2025 എന്ത് ചെയ്തിട്ടുണ്ട്? എടാ, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് വെച്ചിട്ട് 10,000 തന്നെയാണോ ഡിപ്രിസിയേഷൻ പറയുന്നത്? അല്ല, 2ാമത്തെ വർഷം എന്താവുന്നുണ്ട്? WDV മെത്തേഡ്ക്ക് കമ്പനി ഷിഫ്റ്റ് ആവുന്നുണ്ട് അല്ലേ, ചേഞ്ച് ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ WDV മെത്തേഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണെങ്കിൽ എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ വരിക, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് വരിക 2025 അല്ലേ? നോക്കാം. എങ്ങനെയാണ് WDV മെത്തേഡ് വെച്ചിട്ട് ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാം? എങ്ങനെ വരിക? ബുക്ക് വാല്യൂ അല്ലേ, അതായത് 2025 ആ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ ബുക്ക് വാല്യൂ, ബുക്കിലുള്ള വാല്യൂ എത്രയാണോ ഇൻറ്റു ഡിപ്രിസിയേഷൻ റേറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, 2024 കഴിയുമ്പോൾ 2024 പിന്നെ ജനുവരി 1 നമ്മൾ ഈ മെഷീനറി വാങ്ങിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ 12 മാസം നമ്മൾ എന്ത് ചെയ്തത്? 12 മാസം 2024 എന്ത് ചെയ്തിട്ടുണ്ട്? അത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത കാരണം കൊണ്ട് തന്നെ 10,000 വാല്യൂ നമ്മളതിനെ കുറച്ചു അല്ലേ, ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ചു. ബാക്കി എത്ര ഇനി 2024 ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു അസറ്റിൻ്റെ വാല്യൂ ഉണ്ടാവുള്ളൂ, ബുക്കിൽ വാല്യൂ ഉണ്ടാവുള്ളൂ 40,000 ഉണ്ടാവുള്ളൂ അല്ലടാ. 50,000 വാല്യൂ ഉള്ള അസറ്റ് ആയിരുന്നു യൂസ് ചെയ്തു, ഒരു വർഷം യൂസ് ചെയ്ത കാരണം കൊണ്ട് 10,000 വാല്യൂ കുറഞ്ഞു, ബാക്കി 40,000 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു 40,000 ആയിരിക്കും നെക്സ്റ്റ് ഇയറിലതിൻ്റെ ഓപ്പണിംഗ് വാല്യൂ അല്ലടാ. ബുക്കിലുണ്ടാകുന്ന വാല്യൂ 40,000 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ 40,000 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 2ാമത്തെ വർഷം ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ സെയിം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ മെത്തേഡൊന്നും ചേഞ്ച് ആവുന്നില്ല, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്. ഈ 5 വർഷം യൂസ് ചെയ്തെങ്കിൽ 10,000 ആയിരിക്കും എന്ത് ചെയ്യുക, എല്ലാ വർഷവും ഡിപ്രിസിയേഷൻ നമ്മൾ കാണിക്കുന്നുണ്ടാവുക അല്ലേ. ഇനിയിപ്പോൾ ഇയർ 2 2025 പോയിട്ട് വീണ്ടും ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? SLM ആണെന്നുണ്ടെങ്കിൽ ഈ അസറ്റ് അല്ലേ, ഫിക്സഡ് അസറ്റ് എത്ര വർഷം യൂസ് ചെയ്യുന്നുണ്ടോ അത്രയും വർഷം നമ്മൾ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ആ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും, എല്ലാ വർഷവും 10,000 തന്നെ ആയിരിക്കും വരിക അല്ലേ. അങ്ങനെ 5 വർഷം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ പറ്റിയത്? 2025 മെത്തേഡ് ചേഞ്ച് ആയി. മെത്തേഡ് ചേഞ്ച് ആയത് ഏതൊക്കെയാണ്? WDVക്കാണ്. അപ്പോൾ WDVയിൽ എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാം? ബുക്ക് വാല്യൂ 40,000 അല്ലേ, ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്ന വാല്യൂ എത്രയാണ്? 40,000 ഇൻറ്റു
റേറ്റ് എത്രയാണ് 10% കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 10% അപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 4000 എന്ന് വെച്ചാൽ 2025 ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് കാണിക്കേണ്ട എമൗണ്ട് എത്രയാണ്? 4000 ആണ്. എന്ത് കാരണം കൊണ്ടാണിത്? മെത്തേഡ് ചേഞ്ച് ആക്കിയ കാരണം കൊണ്ട് രണ്ടാമത്തെ വർഷം ഡിപ്രീസിയേഷൻ എത്ര വന്നതുള്ളൂ? 4000 വന്നതുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കുക? നമ്മളെന്ത് ചെയ്യുക? പ്രോഫിറ്റ് ലോസ് കൊണ്ട് കേട്ടോ ശ്രദ്ധിക്കുക. നമ്മളെന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷത്തെ അതേ അസ്യൂം ചെയ്യുക, കഴിഞ്ഞ വർഷത്തെ അതേ ഇൻകം അതേ എക്സ്പെൻസ് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഇൻകം എത്രയായിരുന്നു? 4,40,000. എക്സ്പെൻസ് എത്രയായിരുന്നു? 2,90,000. ഇത് മാറാം. നമ്മൾ അതാണെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സെയിം അതേ സിറ്റുവേഷൻ ആണെങ്കിൽ എങ്ങനെ വരികയെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇൻകം 4,40 ആണ്, എക്സ്പെൻസ് 2,90,000. ആണോ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുക എത്രയാണ്? 10,000 കാണിക്കുമോ? ഇല്ല. കാരണം എന്താണ്? 25 ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ് ചേഞ്ചായി. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ടും ചേഞ്ചായി. 4,000 ആണ് വരുള്ളൂ അല്ലേ? 4,000 ഡിപ്രീസിയേഷൻ വരുള്ളൂ. പ്രോഫിറ്റ് എത്ര വരും? 1,46,000 വരും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു ഇവിടെ? ഈ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തു, പ്രോഫിറ്റ് ലോസ് കൊണ്ട് പ്രിപ്പയർ ചെയ്തു, സ്റ്റേറ്റ്മെൻറ്റൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാണ്? ഇത് യൂസേഴ്സിന് കൊടുക്കുകയാണ്. ആര് യൂസേഴ്സ്? ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഓണേഴ്സ് ആയിക്കോട്ടെ അല്ലേ, അവർക്ക് കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ ഈ വർഷത്തെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇത് കമ്പയർ ചെയ്യും. ഏതൊക്കെ കമ്പയർ ചെയ്യും? 2024 2025 ഡാറ്റയും വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന ടൈമിൽ കഴിഞ്ഞ വർഷം 1,40,000 പ്രോഫിറ്റ്, ഈ വർഷം 1,46,000 പ്രോഫിറ്റ്. അപ്പോൾ അവരെന്താ അസ്യൂം ചെയ്യുക? കമ്പനീൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് കൂടുന്നുണ്ട് അല്ലേ, കമ്പനി കൂടുതൽ പ്രോഫിറ്റബിൾ ആവുന്നുണ്ട്. ഇങ്ങനെ അവർ ചിന്തിക്കുക. ഇതെന്ത് കാരണം കൊണ്ടാണ് ഈ പ്രോഫിറ്റ് കൂടിയത്? ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ് ചേഞ്ച് ആയത് കാരണം കൊണ്ടാണ്. അല്ലാണ്ട് കമ്പനീൻ്റെ പെർഫോമൻസ് കൂടിയതാണോ? അല്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇതുപോലെ മെത്തേഡ് ചേഞ്ച് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് എന്താണ്? ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആണോ? അപ്പോൾ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. നമ്മൾ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്തായിരിക്കണം? കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? കമ്പനിക്ക് ഇനിയിപ്പോൾ ഈ ഒരു കേസ് തന്നെ ഇപ്പോൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ വർഷം WDV ആക്കി. ഇനി മൂന്നാമത്തെ വർഷം അക്കൗണ്ടൻ്റ് എന്ത് ചെയ്തു? വീണ്ടും SLM തന്നെ മാറി, അല്ലെങ്കിൽ വേറെ മെത്തേഡ് മാറി. ഇങ്ങനെ അക്കൗണ്ടിൻ്റെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യണം? ഓരോ വർഷം ഓരോ മെത്തേഡ് ഇങ്ങനെ ചൂസ് ചെയ്ത് പോവുകയാണ്. ആണോ? അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പാരിസൺ പർപ്പസിന് അല്ലേ പറ്റൂല അല്ലടാ. അപ്പോൾ അതുകൊണ്ടാണ് മെത്തേഡ് കൺസിസ്റ്റൻ്റ് ആവണമെന്ന് പറയുന്നത് കേട്ടോ. ഇനി ചില സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ കമ്പനി ഇപ്പം എന്ത് ചെയ്യാണ്? ഒരു 2-3 വർഷം ഒരു മെത്തേഡ്, ഇപ്പോൾ ഡിപ്രീസിയേഷൻ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് ഇങ്ങനെ പോയി കമ്പനിക്ക് എന്ത് ചെയ്യാണ്? തോന്നുകയാണ് ഈ ഒരു മെത്തേഡ് കമ്പനിക്ക് സ്യൂട്ടബിൾ അല്ല എന്ന് തോന്നുകയാണ്. അങ്ങനെ കുറച്ച് എന്ത് പറയുന്നുണ്ട്, കുറച്ച് ക്രൈറ്റീരിയ അല്ലെങ്കിൽ എന്ത് പറയുന്നുണ്ട്, കുറച്ച് കേസസ് പറയുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡിൽ നിന്ന് പുതിയൊരു മെത്തേഡ്ക്ക് എന്ത് ചെയ്യാം? ഷിഫ്റ്റ് ചെയ്യാം, ചേഞ്ച് ആവാം. അങ്ങനെ ചേഞ്ച് ആവാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ച് ആക്കുകയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് കാരണം കൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലോ അല്ലേ അക്കൗണ്ട്സിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അക്കാര്യം എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ചെയ്യണം? കറക്റ്റ് എടുത്തിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കേസ് തന്നെ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഈ ഒരു മെത്തേഡ് ചേഞ്ച് ആക്കിയത് ഇപ്പോൾ ഏതായിരുന്നു? സ്ട്രേറ്റ് ലൈൻ മെത്തേഡായിരുന്നു. അതിൽ നിന്ന് WDV മെത്തേഡൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ചേഞ്ച് ആക്കിയ കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇവർ ഈ ചേഞ്ച് ചെയ്തത് കറക്റ്റ് ഒരു റീസൺ ഉണ്ടായിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന് എവിടെയും പറയുന്നില്ല. ഇങ്ങനെ തോന്നുന്ന പോലെ എന്ത് ചെയ്യരുത്? വെറുതെ മാറ്റി കളിക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓൽക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതിന് കറക്റ്റ് എക്സാക്റ്റ് റീസൺ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ഒരു ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. വെറുതെ ചേഞ്ച് ചെയ്തിട്ട് ഉണ്ടാതിരിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് അല്ലേ. എങ്ങനെ? പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം എത്ര? 1,40,000. ഈ വർഷത്തിലായി 1,46,000 ആയിട്ടുണ്ട്. ഡിഫറൻസ് വരുന്ന അല്ലേ ഈ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺ, ഈ 6,000 പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ഡിപ്രീസിയേഷൻ നമ്മൾ കഴിഞ്ഞ വർഷം ഏതായിരുന്നു? SLM മെത്തേഡായിരുന്നു. ഈ വർഷം അത് WDVക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെയാണ് പ്രോഫിറ്റിൽ ഈ ഒരു മാറ്റം വന്നത് എന്നുള്ളത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോട്ട്സ് ഒരു ഏരിയ ഉണ്ട്, അവിടെ എന്ത് ചെയ്യണം? കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ എന്താ സംഭവിക്കുക? യൂസേഴ്സ് അല്ലേ അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നവർ, ഓണേഴ്സ് ആയിക്കോട്ടെ അല്ലേ, ആരാണോ അത് വായിക്കുന്നത് അവർക്ക് മനസ്സിലാവും എന്താണ് 1,40,000 കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് ഇവിടെ കൂടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റീസൺ എന്താണ്? ഈ ഒരു ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ് ചേഞ്ച് ആയതാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. ആണടാ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസിയിൽ പറയുന്നത് കേട്ടോ. മെത്തേഡ് എന്തായിരിക്കണം? എല്ലാ വർഷവും സെയിം ആയിരിക്കണം.
കറക്റ്റ് ഫോളോ ചെയ്യണം. ഓക്കെ, അവിടെ കറക്റ്റ് ഒരു അല്ലെങ്കിൽ എക്സാക്റ്റ് റീസൺ ഇല്ലാന്നുണ്ടെങ്കിൽ, ഓക്കെ, റീസൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്താൽ അത് കാരണം കൊണ്ട് എന്തെങ്കിലും കമ്പനീൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസിന് അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും എഫക്റ്റ് ചേഞ്ച് അല്ലേ പെർഫോമൻസിലോ അല്ലെങ്കിൽ ഈ ഒരു ഇതിനകത്ത് എന്തെങ്കിലും ഇമ്പാക്റ്റ് വരുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത് കേട്ടോ.